ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത്. എന്തറിയോ, ഈ പൊളിറ്റിക്സ് പരമായിട്ട് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ. ഈ RSS എന്താണെന്നതിൽ എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലാക്കണം. സംഘികൾ ഒഴിവേ ബാക്കിയുള്ള ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാവരും ഈ വീഡിയോ കേൾക്കണം. ഈ RSSൽ 1922 RSS രൂപീകരിച്ചത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും 22 27 അല്ല, 22 RSS കൂടമായിട്ട് ഒരു റൂമിന്റെ ഇടയിൽ ഒരു ഉണ്ടാക്കിയിട്ട് എടുത്ത ഒരു സംഘടനയാണ്. 1922 RSS രൂപീകരിച്ചത്. ഇത് ഞാൻ പറയുന്നതല്ല, ഞാൻ വിത്ത് പ്രൂഫ് എവിഡൻസ് എല്ലാം ഞാൻ വെക്കാം. ഓക്കെ. എന്നിട്ട് 32 ഒരു കലാപം നടത്തി. ഓക്കെ. ഇത് ഞാൻ പറഞ്ഞല്ല, ഈ ഗൂഗിളും കാര്യങ്ങളെല്ലാം വരുന്നാട്ടിൽ പിന്നെ ഒരാൾ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ അറിവ് വെച്ചാണ് ഞാൻ ഇത് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ആ ആളാണ് അബ്ദുൽ നാസർ മഅദനി. അന്ന് ഗൂഗിളില്ല, അന്ന് പത്ര പബ്ലിസിറ്റി അല്ല, ന്യൂസ് ചാനൽ ഇല്ല, ഒന്നും ഇല്ലാത്തൊരു കാലത്ത് അബ്ദുൽ നാസർ മഅദനി പ്രസംഗിച്ചു. അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞ അയാൾ തീവ്രവാദിയാണ്, ഭീകരവാദിയാണ്, അതാണ് ഇതാണൊക്കെ. ആ വിഷയത്തിലേക്ക് ഞാൻ വരുന്നില്ല. രാഷ്ട്രീയപരമായിട്ട് അയാളെ PDP രാഷ്ട്രീയമായിട്ട് ഞാൻ വരുന്നില്ല. പിന്നെ ഞാൻ സംസാരിക്കാം. മഅദനി എന്ന വ്യക്തിയും ഇതാണ് ഞാൻ പറയുന്നത്. RSS 32 1932 വർഗീയ കലാപം ഉണ്ടാക്കി ബോംബെയിൽ. ഇത് ഞാൻ പറയുന്നല്ല, ഗൂഗിൾ സ്റ്റേറ്റ് ഉണ്ട്. 32 ഓക്കെ. 100 കൊല്ലാപം ഇന്ത്യ കലാപം RSS കൊണ്ടുവരുമെന്നില്ല. മഅദനി ഘോരമായിട്ട് പ്രസംഗിക്കുമ്പോൾ ആരും നമ്മളാരും ചെവി കൊടുത്തില്ല. 80 കിഡ്സ് 90 കിഡ്സ് ആരും ചെവി കൊടുത്തില്ല. തീവ്രവാദി, ഭീകരവാദി, പകുതിയാണ് അയാൾ ഇഷ്ടമായില്ല, അങ്ങനെ ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് നമ്മളങ്ങനെ കരുതി. 32 RSS കൊണ്ടുവന്ന കലാപമാണ് ഇത്. ഞാൻ പറയുന്നല്ല, എന്റെ മെക്കിട്ട് കുതിര കയറണ്ട, ഗൂഗിളിലുള്ളത്. ഓക്കെ. 42 ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പേരിലാണ് അടിയുണ്ടാക്കി. ബ്രാഹ്മൺസും ദളിതന്മാരും തമ്മിൽ അടിയുണ്ടാക്കി 1942. ഓക്കെ. 52 ഹൈദരാബാദിന്റെ പേര് ചേഞ്ച് ചെയ്യണം. ഞാൻ ഫുൾ ഡീറ്റെയിൽസ് വെക്കുന്നു. ഓക്കെ. 1952 ഹൈദരാബാദിന്റെ പേര് ചേഞ്ച് ആക്കണമെന്ന് പറഞ്ഞിട്ട് കലാപം ഉണ്ടാക്കി. ഓക്കെ. മഅദനി ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ടാണ് ഇത് ഞാൻ സെർച്ച് ചെയ്തിട്ട് ഞാൻ ജനങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ. പിന്നെ 62 എന്നാ കാണും, ടൈമില്ല അതുകൊണ്ട്. പിന്നെ 72 ഓക്കെ, തലശ്ശേരി കലാപം. ഓക്കെ, നിങ്ങൾ പഠിച്ചോളൂ. ഞാനിപ്പോ ഡീറ്റെയിൽ പറഞ്ഞാലും നിങ്ങൾ ബാക്കി നിങ്ങൾ അടിച്ച് നിങ്ങൾ അത് അറിഞ്ഞോളൂ. 82 സിഖ് കലാപം. ഓക്കെ. സിഖുകളെയും ഇതുമാറ്റി തമ്മിൽ അടുപ്പിച്ച്. ഓക്കെ. പിന്നെ ഇന്ന് മഅദനി ഉസ്താദ് ഈ സിഖ് കലാപം കഴിഞ്ഞതിന് ശേഷം മഅദനി ഉസ്താദ് പ്രസംഗിച്ച് ഒരു കലാപം വരുന്നുണ്ട് അപ്പോഴും പറഞ്ഞു. ഓക്കെ. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. 92 ഗുജറാത്ത് കലാപം, സോറി ഈ കലാപം, അതായത് അയോധ്യ കലാപം 92. ഓക്കെ. എന്നിട്ട് 94 മാർച്ച് 31 മഅദനി ഉസ്താദ് അറസ്റ്റായി. ഏപ്രിൽ 1 ആ കഥയും ഞാൻ പറയാം, ഇപ്പല്ല, പിന്നെ ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ കഥയിൽ ഞാൻ പറയാം. ഓക്കെ. 92 കലാപം ഉണ്ടായി. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. മഅദനി ഉസ്താദ് ഘോര പ്രസംഗിച്ചു. 94 മഅദനി ഉസ്താദ് അറസ്റ്റായി. മഅദനി ഉസ്താദ് പിന്നെയും പറയുന്നത് 100 കൊല്ലാകുമ്പോൾ RSS എന്നൊരു രാഷ്ട്രീയ സംഘികള് ഇന്ത്യ കലാപം കൊണ്ടുവരും. ശ്രദ്ധിച്ചോ, ഇത് വിത്ത് തെളിവ് എവിഡൻസോടെ. എന്നിട്ട് 2000 ഗുജറാത്ത് കലാപം വരും. 2002 ഗുജറാത്ത് കലാപം. 2002 ഗുജറാത്ത് കലാപം. അന്ന് മഅദനി പ്രസംഗിച്ചില്ല, മഅദനി പ്രസംഗിക്കാൻ ചെയ്യില്ലായിരുന്നു, മഅദനി ഇല്ല 2002. ഓക്കെ. 2012 ഒറീസ കലാപം. ക്രിസ്ത്യാനികളും RSSകാരും തമ്മിലടി ഉണ്ടാക്കി. ഓക്കെ. ക്രിസ്ത്യാനികളും സംഘികളും തമ്മിലടി ഉണ്ടാക്കിയിട്ട് എപ്പോ 2012. എന്നിട്ട് വരുന്നത് 2022 വരുന്നത്. ഇന്ത്യ കലാപം വരുന്നുണ്ട്, ഇന്ത്യ കലാപം ഉണ്ടാവും, അതുണ്ടാവും, ഇതാണ്ടാവും. മഅദനി ഉസ്താദ് പണ്ട് പ്രസംഗിച്ചത്. അപ്പൊ മഅദനി ഉസ്താദ് പ്രസംഗിച്ച 94 കാലഘട്ടത്തിൽ മഅദനി ഉസ്താദ് അറസ്റ്റ് ആയി. ഓക്കെ, മനസ്സിലാക്കണം. 2022 ഒരു കലാപം വരുന്നു. അപ്പോ ആ കലാപത്തിന് ഒരുക്കിയതാണ് NRC എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പൊ കൊറോണ കാര്യങ്ങളെല്ലാം വന്നിട്ട് അത് നീണ്ടു നിന്ന്. സൂക്ഷിച്ചോ, ഇനിയും സൂക്ഷിച്ചോ. 2020 അവർ പബ്ലിസിറ്റി ചെയ്ത RSSന്റെ 2020 100 വർഷം തികയുന്നു. സൂക്ഷിച്ചോ എല്ലാവരും, നല്ലവരായ ഹിന്ദുക്കളും മുസ്ലിമുകളും ക്രിസ്ത്യാനികളും എല്ലാ ആൾക്കാരും സൂക്ഷിച്ചോ സംഘികളെ. ഓക്കെ. സംഘികളെ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടത്തിലേക്ക്. 2020 ഇന്ത്യ കലാപം കൊണ്ടുവരാനുള്ള എല്ലാ ആസൂത്രികമായ സംഭവങ്ങളും സോഷ്യൽ മീഡിയയിലും മറ്റേ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇനി സൂക്ഷിക്കേണ്ടത് നമ്മളെ ബാധ്യതയാണ്, കടമയാണ്. എല്ലാവരും ചിന്തിക്ക്. ബാക്കി വീഡിയോ നെക്സ്റ്റ് ഞാൻ പറയാം. കമ്മിങ് സൂൺ.